ഹലോ, വെൽക്കം ടു റിച്ചൂസ് ബുട്ടീക്ക്. ഇന്നത്തെ വീഡിയോയിൽ കാണുന്നത് ഫുൾ വർക്കായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ചെറിയ ഡിസൈൻ്റെ എംബ്രോയ്ഡറി വർക്കാണ്. ഇത് നിങ്ങൾക്ക് ചുരിദാർ ബോഡി ഫുള്ളായിട്ട് വർക്ക് ചെയ്യാൻ പറ്റുന്നതാണ്. ഈ വർക്ക് ചെയ്യാനായിട്ട് ഞാൻ കോട്ടൺ സിൽക്കിൻ്റെ ഫാബ്രിക്കാണ് എടുത്തേക്കുന്നത്. 2.5 മീറ്ററിൻ്റെ ലെങ്ത്തിലാണ്. ആദ്യം തന്നെ കഴുത്ത് വരച്ചു കൊടുത്തിട്ട് കഴുത്തിൽ നിന്നും ഒരു 10 സെൻറ്റിമീറ്റർ താഴത്തേക്കാണ് വരച്ചിരിക്കുന്നത് ആദ്യത്തെ പൂവിൻ്റെ മാർക്കിംഗ്. രണ്ടാമത്തെ മാർക്കിംഗ് 6 സെൻറ്റിമീറ്റർ അകലത്തിൽ 3 സെൻറ്റിമീറ്റർ മേലേക്ക്, അതായത് ആദ്യം മാർക്ക് ചെയ്തതിൽ നിന്നും 6 സെൻറ്റിമീറ്റർ അകലത്തിൽ 3 സെൻറ്റിമീറ്റർ മേലേക്ക് വരുന്ന രീതിയിലാണ് രണ്ടാമത്തെ മാർക്കിംഗ് കൊടുത്തതിന്. ഒരു വി ഷേപ്പിൻ്റെ ലെങ്ത്തിലാണ് മാർക്കിംഗ് കൊടുത്തേക്കുന്നത്. അപ്പോൾ ആദ്യത്തെ ഒരു മാർക്കിംഗ് നിങ്ങൾ 10 സെൻറ്റിമീറ്ററിന് മാർക്ക് ചെയ്തിട്ട് അതിൻ്റെ താഴത്തേക്ക് ലൈനായിട്ട് 10 സെൻറ്റിമീറ്റർ വെച്ച് വിട്ട് ഇതുപോലെ മാർക്ക് ചെയ്ത് കൊടുക്കുക. രണ്ടാമത്തതും ഇതുപോലെ മെഷർമെൻറ്റ് എടുത്തിട്ട് മേലേക്ക് 3 സെൻറ്റിമീറ്ററിലേക്ക് കയറ്റി മാർക്ക് ചെയ്ത് കൊടുക്കുക. ഇത് മാർക്ക് ചെയ്ത് കൊടുത്തതിന് 2 സെൻറ്റിമീറ്ററിൻ്റെ ലെങ്ത്തിൽ ഇതുപോലെ ലൈൻ ഇട്ട് വെച്ചിട്ടുണ്ട്. ആ ലൈനിലാണ് നമ്മൾ വർക്ക് ചെയ്യുന്നത്. അപ്പോൾ പൂവിൻ്റെ വർക്കാണ് ചെയ്യുന്നത്. ഫസ്റ്റ് നമുക്ക് ഇലയും ചെയ്യണം, പൂവും ചെയ്യണം. സ്റ്റെം ചെയ്യാനായിട്ട് ഞാൻ 3 സ്റ്റാൻഡ് ത്രെഡാണ് യൂസ് ചെയ്തേക്കുന്നത്. ഫസ്റ്റ് ഇതുപോലെ കുത്തി എടുക്കുക. 3 സ്റ്റാൻഡ് ത്രെഡ് മാത്രം ഇതുപോലെ കുത്തി എടുത്തതിന് ശേഷം സ്റ്റെം സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നീഡിൽ ഇതുപോലെ കുത്തി നേരെ ഫസ്റ്റ് സ്റ്റേജ് സ്റ്റിച്ചിലേക്ക്, അത് കുത്തിയെടുത്ത ആ ഭാഗത്തേക്ക് ഇതുപോലെ വലിച്ച് നീട്ടി കൊടുക്കുക. അപ്പോൾ സ്റ്റെം ആയിക്കോളും. അടുത്തത് കുത്തുന്നത് ഇതിൻ്റെ ഫസ്റ്റ് സ്റ്റാർട്ടിങ്ങിലേക്ക് വലിച്ച് നീട്ടി എടുക്കുക. ഇങ്ങനെയാണ് സ്റ്റെം സ്റ്റിച്ച് ചെയ്തെടുക്കുന്നത്. അങ്ങനെ ഒരു 3-4 പ്രാവശ്യം സ്റ്റെം സ്റ്റിച്ച് ചെയ്യാനുള്ള വലിപ്പമേ 2 സെൻറ്റിമീറ്ററിൽ ഉണ്ടാവുള്ളൂ. അതുപോലെ ചെയ്ത് കഴിഞ്ഞ് കുത്തി താഴത്തേക്ക് ഇറക്കിയതിന് ശേഷം ഞാൻ ചെറിയൊരു ബീഡാണ് യൂസ് ചെയ്തേക്കുന്നത്. ഇതിപ്പോൾ വൈറ്റ് കളർ ബീഡാണ് യൂസ് ചെയ്തേക്കുന്നത്. 5 mm റൗണ്ട് ബീഡാണ് യൂസ് ചെയ്തേക്കുന്നത്. ഇതിൽ ഒരെണ്ണം എടുത്തിട്ട് ഇതുപോലെ ഇതിൽ കോർത്ത് കൊടുക്കുക. ഓക്കെ, ഒരെണ്ണം കോർത്ത് കൊടുത്തിട്ട് 2 പ്രാവശ്യം അതിൻ്റെ ഉള്ളിൽ കൂടെ എടുത്ത് അതിനെ ടൈറ്റാക്കിയിട്ട് തുണിയിലേക്ക് തന്നെ ഫേമായിട്ട് വെച്ച് പിടിപ്പിക്കുക. അങ്ങനെ ചെയ്യണത് എന്താണെന്ന് വെച്ചാൽ ടൈറ്റായിട്ടിരിക്കണം. ആ മുത്ത് ഈവൻ ലൂസായാലും അലക്കി കഴിയുമ്പോഴൊക്കെ മുത്ത് പൊങ്ങി വരാതിരിക്കാനാണ്, പൊങ്ങി വിടന്ന് നിൽക്കാതിരിക്കാനാണ് ഇങ്ങനെ 2 പ്രാവശ്യം ടൈറ്റാക്കി കൊടുക്കുന്നത്. അപ്പോൾ 2 പ്രാവശ്യം ഇതുപോലെ ടൈറ്റാക്കി കൊടുത്തതിന് ശേഷം ഇനി ഇതിൽ 2 സൈഡിലേക്കും ഓരോരോ ഇല വെച്ച് ചെയ്ത് കൊടുക്കുക. സ്റ്റെമ്മിൻ്റെ 2 സൈഡിലേക്കും ഓരോരോ ഇല വെച്ച് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇല ഇതുപോലെ വരച്ചെടുത്തിട്ട് അതിലേക്ക് തുന്നിക്കൊടുക്കാനാണ് എളുപ്പം. ഇപ്പോൾ ഡിസൈൻ വരയ്ക്കാനായിട്ട് ഞാൻ യൂസ് ചെയ്തേക്കുന്ന പെന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ലൈറ്റ് കളർ പെന്നാണ്. ആ പെന്നിൽ എന്താണെന്ന് വെച്ചാൽ ബ്ലൂ കളർ പെന്നിൽ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ വരച്ച് കഴിഞ്ഞിട്ട് ഇപ്പോൾ ഡിസൈൻ കുറച്ച് ബാലൻസ് ആയിട്ട് കാണുന്നുണ്ടെങ്കിൽ നനഞ്ഞ തുണി വെച്ച് ഒപ്പിക്കൊടുത്താൽ മതി. ആ വരച്ചതെല്ലാം മാഞ്ഞു പൊക്കോളും. അങ്ങനത്തെ ഒരു ലിക്വിഡിൻ്റെ പെൻ വെച്ചിട്ടാണ്, ഇങ്ക് വെച്ചിട്ടാണ് എഴുതുന്നത്. ഇത് കഴിഞ്ഞിട്ട് നമുക്കിവിടെ ലീഫിന് വന്നിട്ട് ലീഫ് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. ഇനി 2 സൈഡിലേക്കും ഇതുപോലെ ഇലയുടെ വർക്ക് ചെയ്ത് കൊടുക്കാം. ടൈറ്റായിട്ട് തന്നെ ചെയ്ത് കൊടുക്കണം, കാരണം ലൂസ് ആവരുത്. അപ്പം നല്ല ഫേമായിട്ട് കറക്റ്റായിട്ട് 2 സൈഡിലേക്ക് ഇതുപോലെ കോർത്ത് കൊടുത്താൽ വേഗം ഇലയുടെ വർക്ക് കംപ്ലീറ്റ് ആകുന്നതാണ്. അപ്പോൾ ഇതുപോലെ 2 സൈഡിലേക്കും ചെയ്ത് കൊടുക്കുക. നമ്മൾ ഈ പേന യൂസ് ചെയ്യുന്നതിൻ്റെ അഡ്വാൻറ്റേജ് എന്താണെന്ന് വെച്ചാൽ, അതിൻ്റെ ഉപയോഗം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കറക്റ്റായിട്ടുള്ള എഡ്ജിൽ കൂടെ നമുക്കിതുപോലെ നൂല് കോർത്തെടുത്ത് തുന്നാൻ പറ്റും. ചോക്ക് വെച്ച് യൂസ് ചെയ്യുമ്പോൾ അതൊന്ന് പരന്നായിരിക്കും വരുന്നത്. അപ്പോൾ അത്രയും കറക്റ്റായിട്ട് കിട്ടണമെന്നില്ല. പക്ഷേ ഇതാവുമ്പോൾ കറക്റ്റായിട്ടുള്ള എഡ്ജ് നമുക്ക് കാണുകയും ചെയ്യാം, അതിൽ കൂടെ വർക്ക് ചെയ്യാനും പറ്റും. ഇനി നിങ്ങൾക്ക് ഇതുപോലത്തെ എന്തെങ്കിലും വർക്ക് ചെയ്ത് കിട്ടാൻ, ഇല്ല ഈ ഒരു മെറ്റീരിയൽ തന്നെ നിങ്ങൾക്ക് ചെയ്ത് കിട്ടാൻ താല്പര്യമുണ്ടെങ്കിൽ വീഡിയോയിൽ നമ്പറുണ്ട്, ഞങ്ങൾ കോൺടാക്ട് ചെയ്താൽ മതി. സെയിം വർക്ക് നിങ്ങൾക്ക് കൊറിയർ ചെയ്ത് തരുന്നതാണ്. ഒന്നെങ്കിൽ റെഡി ടു ഡിസ്പാച്ച് ഉണ്ടെങ്കിൽ അപ്പോൾ തന്നെ ചെയ്യുന്നതാണ്, ഇല്ലെങ്കിൽ 1 വീക്ക് ടൈമിനുള്ളിൽ എന്തായാലും ഈ മെറ്റീരിയൽ നിങ്ങളുടെ കയ്യിൽ കിട്ടും. ഇനി ഈ വർക്കല്ല വേറെ ഏതെങ്കിലും വർക്കാണ് നിങ്ങൾക്ക് കിട്ടാൻ താല്പര്യമെങ്കിലും ആ വർക്ക് ഇതുപോലെ തന്നെ ഞങ്ങളുടെ വാട്സപ്പ് നമ്പറിലേക്ക് അയച്ചു തന്നാൽ മതി. നിങ്ങൾ തരുന്ന വർക്ക് കസ്റ്റമൈസ് ചെയ്ത് നിങ്ങൾക്ക് തിരിച്ച് കൊറിയർ ചെയ്ത് തരാൻ പറ്റുന്ന സൗകര്യമുണ്ട്. സോ ഏതെങ്കിലും ഒരു മെറ്റീരിയൽ കണ്ട് ഇഷ്ടപ്പെടുവാണെങ്കിൽ ചെയ്യുക. അതേപോലെ ഇൻസ്റ്റാഗ്രാം പേജ് ഫോളോ ചെയ്യുവാണെങ്കിൽ ലേറ്റസ്റ്റ് ആയിട്ടുള്ള എല്ലാ
ഡിസൈൻ്റെ അപ്ഡേറ്റ് ഇൻസ്റ്റഗ്രാം പേജിലുണ്ട്. നിങ്ങൾക്ക് അതിൽ കയറി നോക്കിക്കഴിഞ്ഞാൽ എല്ലാ ഡിസൈൻസും കാണാൻ പറ്റും. സോ അതുവഴിയും ഓർഡർ ചെയ്യാവുന്നതാണ്. യൂട്യൂബിൽ എപ്പോഴും ട്യൂട്ടോറിയൽ വീഡിയോ ആയിട്ട് അയക്കുന്നതാണ്. ഒപ്പം പോസ്റ്റായിട്ട് ലേറ്റസ്റ്റായിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന വർക്കിൻ്റെയും ഉണ്ടാവുന്നതാണ്. സോ പെട്ടെന്ന് ഓർഡർ ചെയ്യാൻ പറ്റും. നമ്മളുടെ കയ്യിൽ ലിമിറ്റഡ് സ്റ്റോക്കുള്ള ഒത്തിരി ആയിട്ടില്ല, ഒരു 3-4 സ്റ്റോക്ക് വെച്ചേ ഉള്ളൂ. സോ ബുക്ക് ചെയ്യാൻ താല്പര്യമുള്ളവർ അപ്പോൾ കാണുമ്പോൾ തന്നെ ബുക്ക് ചെയ്യുക. ഇപ്പോൾ ഈ ഒരു മെറ്റീരിയൽ അവൈലബിൾ ആണ്. നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇത് വാങ്ങാൻ താല്പര്യമുണ്ടെങ്കിൽ പറഞ്ഞാൽ മതി. റെഡും യെല്ലോ എന്നും പറഞ്ഞാൽ എല്ലാവരുടെയും ഓൾ ടൈം ഫേവറേറ്റ് കളർ ആയതുകൊണ്ട് തന്നെ നല്ല രീതിയിൽ ഏത് സ്കിൻ ടോൺ ഉള്ളവർക്കും ഇഷ്ടപ്പെട്ട് നല്ല രീതിയിൽ തന്നെ തിളങ്ങി നിൽക്കുകയും ചെയ്യും. അത് നന്നായിട്ട് സ്യൂട്ട് ആവുകയും ചെയ്യും. സോ നിങ്ങൾക്ക് ഈ ഒരു ഡിസൈൻ വർക്കൊക്കെ ഇഷ്ടപ്പെടുവാണെങ്കിൽ തീർച്ചയായും വാട്സപ്പ് ചെയ്യുക. നിങ്ങൾക്ക് ഈ ഒരു വർക്ക് ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് തന്നെ ചെയ്തു തരാൻ പറ്റുന്നതാണ്. അപ്പോൾ ആദ്യം ചെയ്ത പോലെ തന്നെ നമ്മൾ മുത്ത് കോർത്ത് കൊടുത്തു, മുത്തിനെ ഡബിളായിട്ട് ഇതുപോലെ ഇട്ട് കൊടുത്തു. ഇനി അത് കഴിഞ്ഞിട്ട് ഇലയിലേക്കുള്ള വർക്കാണ് ചെയ്തെടുക്കുന്നത്. ഇലയും നമ്മൾ ഫസ്റ്റ് ചെയ്ത പോലെ തന്നെ 2 സൈഡിലേക്കുള്ളതിനെ നല്ല നീറ്റായിട്ട് കറക്റ്റായിട്ട് അതേ ഇടത്തിക്കോടെ തന്നെ എടുക്കുക. നമ്മളുടെ ഡ്രസ്സ് എപ്പോഴും നമ്മളുടെ യുണീക്നെസ്സിനെയാണ് കാണിക്കുന്നത്. അതായത് എല്ലായിടത്തും കോമൺ ആയിട്ട് കിട്ടുന്ന ഡ്രസ്സിനേക്കാളും നമ്മൾ കുറച്ചൊന്ന് വേറിട്ട് നിൽക്കാൻ താല്പര്യമുള്ളവരെപ്പോഴും ഹാൻഡ് എംബ്രോയിഡറി നല്ല ഓപ്ഷനാണ്. കാരണം ഒരിക്കലും ഒരുപോലത്തെ സെയിം ആയിട്ടുള്ളത് ഒരേ ഇടത്തിലും വരത്തില്ല, ഡിഫറെൻ്റായിട്ട് വരുള്ളൂ. എന്തെങ്കിലും ഒരു ഡിഫറൻസ് ആ ഡിസൈൻ ഉണ്ടാവും. സോ നമ്മൾ കടയിൽ നിന്ന് ഇപ്പോൾ മാക്സിമോ ഫാക്ഷനിലോ എന്തെങ്കിലും മേടിച്ചാലും എല്ലാം സെയിം ആയിട്ട് വരും. അതിനൊരു വ്യത്യാസം വരുത്താനാണ് ഹാൻഡ് എംബ്രോയിഡറി. മാത്രമല്ല ഹാൻഡ് എംബ്രോയിഡറിക്ക് ഒരു പ്രത്യേക ഭംഗിയുണ്ട്. അത് ഓരോന്നും നമ്മൾ കൈകൊണ്ട് തന്നെ ചെയ്തെടുക്കുന്നതിൽ അതിലെ കുറച്ച് പോരായ്മ എന്നാൽ അത് നന്നായിട്ട് തെളിഞ്ഞ് കളയുന്നു. മെഷീനിൽ കറക്റ്റായിട്ട് വരുന്നതിനേക്കാൾ ഹാൻഡ് എംബ്രോയിഡറിയിലേക്ക് കുറച്ച് വ്യത്യാസങ്ങളുണ്ടാവും. ആ വ്യത്യാസങ്ങളാണ് അതിന് ഭംഗി കൂട്ടുന്നത്. അപ്പോൾ ഹാൻഡ് എംബ്രോയിഡറി വർക്ക് എപ്പോഴും നല്ലതാണ്. ഗിഫ്റ്റ് കൊടുക്കാനും ഏറ്റവും നല്ല ഐറ്റമാണ്. പാർട്ടിയിൽ എന്തെങ്കിലും ബർത്ത്ഡേ എന്തെങ്കിലും ഒരു സെലിബ്രേഷന് ഗിഫ്റ്റായിട്ട് കൊടുക്കാനും ഏറ്റവും നല്ല വർക്ക് ഹാൻഡ് എംബ്രോയിഡറി. ഡ്രസ്സ് എങ്ങനെ വന്നാലും എല്ലാവരും യൂസ് ചെയ്യുന്നതാണ്. സോ ഒരിക്കലും ഒരു നഷ്ടമാവില്ലാത്ത ഒരു രീതിയിലാണ് ഹാൻഡ് വർക്കിൻ്റെ പോകുന്നത്. ശരി, അപ്പോൾ ഇതുപോലെ 2 സൈഡിലേക്കും ഇല ചെയ്ത് കൊടുക്കുക. ഇല ചെയ്ത് കൊടുത്തിട്ട് നമ്മൾ പൂവിന് നടുക്കുള്ള ഡിസൈൻ ചുറ്റുമായിട്ട് ചെയ്തെടുക്കും. റെഡിൽ ഞാൻ യെല്ലോ കളർ റെഡിൽ യെല്ലോ കളറാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇല ഇതുപോലെ 2 സൈഡിലേക്കും സമാനത്തോടെ ചെയ്ത് കൊടുത്തതിന് ശേഷം ഈ യെല്ലോ കളറ് ത്രെഡ് യൂസ് ചെയ്തു. ബിഗ് സൈസ് നീറ്റിൽ 7 സെൻറ്റിമീറ്ററിന് പുളിയ നീറ്റിലാണ് 7 നമ്പറിന് പുളിയ നീറ്റിലാണ് യൂസ് ചെയ്തേക്കുന്നത്. ഇനി ഓരോന്നിലേക്കും നമ്മൾ വർക്ക് ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ആദ്യമായിട്ട് ആ മുത്തിൻ്റെ സൈഡിൽ ഇതുപോലെ കുത്തി പൊക്കിയെടുത്തതിന് ശേഷം സൈഡിൽ നിന്ന് കുറച്ച് നീഡിൽ ഇങ്ങനെ ക്ലോത്തും കൂടെ ചേർത്ത് ക്ലോത്തും ത്രെഡും കൂടെ ചേർത്ത് കുത്തിയെടുത്തതിന് ശേഷം ഇതുപോലെ നമ്മുടെ ചൂണ്ടാണ്ടി വിരലിൽ ഇങ്ങനെ തിരിച്ച് ഉള്ളിലേക്ക് കയറ്റി വിടുക. അപ്പോൾ ഇങ്ങനെ അകത്തേക്ക് തള്ളി വിടുമ്പോഴത്തേക്കും അത് നല്ല ടൈറ്റായിട്ടുള്ളൊരു പാറ്റേണിലേക്ക് വരും. ഇങ്ങനെ നമുക്കൊരു 16 പ്രാവശ്യം ഇതുപോലെ ചുറ്റിയെടുക്കാം. ഇതുപോലെ ചുറ്റിയെടുത്തതിന് ശേഷം 16 പ്രാവശ്യം അത് ഡിഫറാവും കേട്ടോ. ചിലർ രണ്ട് നീഡിലൊക്കെ വെച്ച് കഴിഞ്ഞാൽ നമ്പർ ഡിഫറെൻ്റ് ആവും. പക്ഷെ സെയിം നീഡിൽ തന്നെയാണ് ചെയ്യുന്നത്. 16 പ്രാവശ്യമാണ് ചെയ്യുന്നത്. ഇങ്ങനെ 16 പ്രാവശ്യം ചെയ്ത് അതിനെ ചുറ്റി ഇതുപോലെ വളച്ച് ഉള്ളിലേക്ക് കെട്ടിക്കൊടുക്കുക. എന്നിട്ട് അതൊന്ന് ടൈറ്റായിരിക്കാൻ വേണ്ടി 3 സൈഡിലും ഇതുപോലെ അകത്തേക്ക് ഒന്ന് ഫിറ്റ് ചെയ്ത് കൊടുക്കുക. ആ ഡിസൈൻ്റെ ഇടയിൽ കൂടെ കുത്തി അകത്തോട്ട് എടുത്തു കഴിഞ്ഞാൽ അത് അറിയത്തില്ല. അതുപോലെ തന്നെ നല്ല ടൈറ്റായിട്ടിരിക്കുകയും ചെയ്തോളും. ഇതുപോലെ ഈ ചുരിദാറിൽ മാത്രം 81 ഫ്ലവേഴ്സാണ് ചെയ്തിരിക്കുന്നത്. 81 ഫ്ലവേഴ്സ് കൊണ്ട് നിറഞ്ഞിരിക്കുന്ന നല്ല എലഗൻറ്റ് സൂപ്പറായിട്ടുള്ള വർക്കാണിത്. നല്ല ഭംഗിയിൽ കാണും നിങ്ങൾ ഇട്ട് കഴിഞ്ഞാൽ. സോ ഈ വർക്ക് നിങ്ങൾക്ക് അതുപോലെ തന്നെ ഓർഡർ ചെയ്ത് കിട്ടാനായിട്ട് നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി. ഫുള്ളി ഹാൻഡ് മെയ്ഡാണ്, മെഷീൻ വർക്കോ ഒന്നുമില്ലാത്ത. ഇതുപോലെ ഈ പറഞ്ഞ പോലെ 81 സ്റ്റിച്ച് ഫുള്ളായിട്ട് ചെയ്ത് കൊടുക്കുക.
അപ്പോൾ ഇതാണ് നമ്മുടെ ടോട്ടലായിട്ടുള്ള ഔട്ട്ലുക്ക്. ഫുള്ളായിട്ട് നമ്മൾ വർക്ക് ചെയ്ത് കഴിഞ്ഞു. നെക്കിൽ നിന്ന് താഴെ വരെ ഇതുപോലൊരു വി ഷേപ്പിലാണ് ഫുൾ വർക്ക് വന്നിരിക്കുന്നത്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായ നിർദ്ദേശങ്ങളും കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യുകയും ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്. സ്റ്റേ ട്യൂൺഡ്. അതേമാതിരി ഈ വർക്ക് നിങ്ങൾക്ക് കൊറിയർ ചെയ്ത് കിട്ടാനായിട്ട് താഴെയുള്ള നമ്പറിൽ കോൺടാക്റ്റ് ചെയ്താൽ മതി.